ഹലോ, നമ്മളിന്ന് ചോട്ടാ മുംബൈ റീൽസ് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വ്ളോഗ് ചെയ്യാം. സോ വെൽക്കം ടു മൈ വ്ളോഗ്. നമുക്ക് 9:45 ഏരീസ് പ്ലസ്സിലായിരുന്നു കേട്ടോ ഷോ. ഞാൻ എണീച്ചപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. സാധാരണ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അതായത് പെട്ടെന്ന് റെഡിയായി ഇറങ്ങേണ്ട സമയങ്ങളിൽ ഞാൻ ആക്ച്വലി അയൺ ചെയ്യാതെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇടാറ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്ലാറ്റിലല്ലാത്തതുകൊണ്ടും ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലായതുകൊണ്ടും എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് ഇടാൻ വെച്ചു. പക്ഷെ അയൺ ചെയ്യാണ്ട് പുറത്തേക്ക് ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് അയൺ ചെയ്യുകയാണ്. ആ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റ് ഇല്ലായ്മ മൊത്തം എൻ്റെ മുഖത്തുണ്ട് ഗൈസ്. പക്ഷേ അവസാനം ഞാൻ അയൺ ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വേറൊരു ടോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ ആ ടോപ്പാണ് ഇട്ടത്. ഇത് ഞാൻ ഇട്ടില്ലായിരുന്നു. അങ്ങനെ ഒരാവശ്യമില്ലാണ്ട് ഞാൻ കുറേ സമയം ഇതിൽ തന്നെ കളഞ്ഞു. പെട്ടെന്ന് അതുകൊണ്ട് റെഡി ആവണമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പോവാം. എന്താ എത്ര നേരത്തെ എണീച്ചിരിക്കണേ? അതെ, നമ്മളപ്പോൾ ഇവിടുന്ന് ഞാനും അരണിയും കൂടിയും എൻ്റെ വണ്ടിയിൽ സ്കൂട്ടിയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലുണ്ട് കേട്ടോ എണ്ണ. ഓവറാക്കി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഐലൈനർ ഞാൻ ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ മറന്ന് മീതയ്ക്കൊക്കെ നോക്കി എൻ്റെ ഐലൈനർ ഫുൾ പരന്നു. ഐ ലുക്ക് ലൈക്ക് സൂംബിനോ. അങ്ങനെ ഞാനത് മായ്ച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ 7 പേരുണ്ടായിരുന്നു സിനിമ കാണാൻ. ഓരോരുത്തർ ഓരോ സമയത്താണ് വന്നത്. അപ്പോൾ വന്നവർ കയറി. നമ്മൾ ആദ്യം ശ്രീരാമേട്ടനെയാണ് കണ്ടത്. രാവിലെ തന്നെ എന്തോ വേസ്റ്റ് ചവിട്ടി വൈറ്റ് ക്ലബിനായി നിൽക്കുകയാണ് പുള്ളിക്കാരൻ. ഏരീസ് പ്ലസ്സിൽ പൊതുവെ ഷോർട്ട് ടൈമിൽ 5 മിനിറ്റ് മുന്നേ സിനിമ ഇടുന്നുണ്ട്. നമ്മൾ ഓടുകയാണ്, സ്റ്റാർട്ടിംഗ് ഒന്നും മിസ്സാവാതിരിക്കും. ആൾക്കാർ ഫില്ലാവുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ സിനിമ തുടങ്ങി. ആസ് യൂഷ്വൽ ലാലേട്ടൻ്റെ പൊളിപ്പടം സിനിമ കാണുന്ന ആ ഒരു ഫുൾ വൈബും ഉണ്ടായിരുന്നു. ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും മൊത്തം തിയേറ്റർ ആണെന്നെങ്കിലും. പാട്ട് തുടങ്ങിയപ്പോൾ ആദ്യം 2 പേരെ എണീച്ച്. സോ അവരുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ സെക്യൂരിറ്റി വരാൻ വേണ്ടി വന്നപ്പോഴേക്കും ബാക്കി എല്ലാവരും എണീച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. സോ അത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് പിന്നെ ഫുൾ ഓൺ ഡാൻസ് ആയിരുന്നു ഈ പാട്ടിന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടില്ല. പൊളി 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 എന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം ഉച്ചയായല്ലോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഇത്തിപ്പുരം എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ട് അവിടെ ചോറ് ഊണാണ് കിട്ടുന്നത്. പിന്നെ മീനും ചിക്കനും, അങ്ങനെ മീൻ വറുത്തത്, മീൻ ഫ്രൈ ഒക്കെ കിട്ടും. സോ അത് കഴിക്കാനായിട്ട് നമ്മൾ 4 പേരും കൂടി അവിടേക്ക് വെച്ച് പിടിച്ചു. ഇതാണ് സ്ഥലം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചയായതുകൊണ്ട് തന്നെ. അവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ചേച്ചിമാരിങ്ങനെ മീൻ, പല ടൈപ്പ് ഓഫ് മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. അരവിന്ദേട്ടൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്. അരവിന്ദേട്ട എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്നത്. ചോറും അച്ചാറും സാമ്പാറും ഉപ്പേരിയും അവിയലെല്ലാം വന്നു. ഞാൻ പിന്നെ ചോറും കറിയും മീൻ വറുത്തുകൊണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സെറ്റാണ്. ഞാൻ ആക്ച്വലി എനിക്ക് വലിയ മീനിൻ്റെ ഫാനല്ല. ഞാൻ കുഞ്ഞു മീൻ, എനിക്ക് മത്തി പോലത്തെ മീനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മത്തിയാണ് ആക്ച്വലി മേടിച്ചത്. പിന്നെ ചോറ് വന്നതിന് ശേഷം കഴിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കൽ മറന്നുപോയി.
കണ്ടു. ഇങ്ങനെ ആ ചേച്ചിമാർ വന്നിട്ട് പ്ലേറ്റ് ഇതുപോലെ ഒരു പാത്രത്തിൽ ഏതൊക്കെ മീനുകളാണ് അവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇവിടുത്തെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിന് ഊണിന് 50 രൂപ എന്തോ ഉള്ളൂ, 49-50 രൂപ എന്തോ ഉള്ളൂ. അതാണ് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മീനോ ചിക്കനോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. എനിക്ക് മറ്റേ മീൻ മതി. ഒരു കൊഞ്ചും കൂടെ ഇത്ര മീൻ ഞാൻ കഴിക്കൂല. സോ ബേസിക്കലി മീ ഞാൻ പിന്നെ ആ വ്ളോഗിൻ്റെ പിന്നെ ഒരു ക്ലിപ്പ് പോലും എടുത്തില്ല. സോ വ്ളോഗ് അവസാനിപ്പിക്കാൻ എൻ്റെ അടുത്തൊരു എൻഡ് ക്ലിപ്പോ അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല. അന്ന് ആക്ച്വലി നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം കുറേ നേരം ഇരുന്ന് ഊനോ കളിച്ചു. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ എന്തോ ഇതൊന്നു രാത്രി വരെ നമ്മൾ ഊനോ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഫുൾ ഊനോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഉറങ്ങി. അപ്പോൾ അതൊക്കെയാണ് അന്ന് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളൂ. മുംബൈ ആക്ച്വലി മുംബൈ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ തിയേറ്ററിൽ ആൾക്കാർ ഇറങ്ങി നിന്ന് ഡാൻസ് കളിച്ച് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ ആരെങ്കിലും ഇതുപോലെ ചോട്ടമുമ്പി കാണാൻ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും പോയി തിയേറ്ററിൽ പോയിരുന്ന് കാണുക. അതൊരു പ്രത്യേക വൈബാണ്. സോ ഞാൻ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.